പത്തരമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനയോട് പറയുകയാണ്, അമ്മ എപ്പോഴും കരാൽ തന്ന പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. നീ എന്ത് ചെയ്യും നയനെ, അമ്മയുടെ എന്ത് ഉത്തരമാണ് പറയേണ്ടത് എന്നൊക്കെ ആദർശ് പറയുമ്പോൾ, അത് ആദർശേട്ടാ, ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കണമെന്ന്. ഇനി ചിലപ്പോൾ ആദർശേട്ടനോട് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വരെ അമ്മ പറഞ്ഞേക്കും എന്നൊക്കെ നയനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേണു അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നയന പറയുകയാണ്, ഇന്നെങ്കിലും എൻ്റെ അസുഖം മാറി എന്ന് ഡോക്ടർ പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് അമ്പലത്തിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ നയന പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്പലത്തിലേക്കോ വേറെ എവിടേക്ക് നീ പോകേണ്ട, വീട്ടിൽ പൂജാറുമുണ്ടല്ലോ, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി. നീ ഇനി കൂടുതൽ ചിന്തിക്കുകയൊന്നും വേണ്ട, നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദർശ് ഡോക്ടറുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആദർശ് നയനയെ ചേർത്ത് പിടിച്ച് പോകുന്നത് കാണുമ്പോൾ അനാമികയുടെ അച്ഛന് ഒട്ടും ഇഷ്ടമാവുന്നില്ല. ആ സമയം വേണു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്തിനാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്, ഈ കാര്യം എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വേണു അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമികയാണ്. അനാമിക ദേവ്യാനിക്കുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. വല്യമ്മ എന്തിനാണ് ഏതു നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്, വല്യമ്മയ്ക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട്. എനിക്ക് കരൾ തന്ന പെൺകുട്ടിയില്ലേ, അവളെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ, വല്യമ്മ എന്തിനാണ് എപ്പോഴും അവളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട്. അല്ല മോളെ, എൻ്റെ ജീവൻ നിലനിൽക്കാൻ കാരണം ആ പെൺകുട്ടിയാണ്, അതുകൊണ്ട് ആ പെൺകുട്ടിയെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ആ സങ്കടമാണ് എന്നൊക്കെ ദേവയാനി പറയുകയാണ്. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, വല്യമ്മേ, എനിക്ക് കാര്യമായിട്ട് ഹോസ്പിറ്റലിൽ വരാൻ പോലും കഴിഞ്ഞിട്ടില്ല. വല്യമ്മയുടെ മൂത്ത മരുമകളും അവളുടെ അനിയത്തി നന്ദുവും ഒക്കെ അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആ കരൾ തന്ന കുട്ടിയെ എനിക്ക് കാണാൻ സാധിച്ചില്ല. വല്യമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ അച്ഛൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാനീ ആദർശേട്ടനെ അവിടെ കണ്ടു എന്ന് പറഞ്ഞു. ആദർശേട്ടൻ നയനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പോകുന്നതാണ് അച്ഛൻ കണ്ടത്. അത് കേട്ട് ദേവയാനിക്കൊരു ടെൻഷൻ. അവരെന്തിനാണ് ഹോസ്പിറ്റലിൽ പോയത് എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. വല്യമ്മേ, ഇനി അവൾക്ക് വല്ല വിശേഷവും ഉണ്ടായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്, അതാക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ വല്യമ്മ പറഞ്ഞതൊന്നും ആദർശേട്ടൻ അനുസരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ആദർശേട്ടൻ എന്ന് ഓഫീസിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നത് അവളുടെ അടുത്തേക്കാണ്. ആദർശേട്ടന് ഒഴിവ് സമയമുണ്ടെങ്കിൽ വല്യമ്മയുടെ അടുത്താണ് നിൽക്കേണ്ടത്, അല്ലാതെ അവളുടെ അടുത്തല്ല. കാരണം എത്രമാത്രം സ്നേഹിച്ചാണ് വല്യമ്മ ആദർശേട്ടനെ വളർത്തിയത്. അനാമികയുടെ വാക്കുകൾ കേട്ടിട്ട് ദേവയാനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അവർ ഹോസ്പിറ്റലിൽ പോയത്, അവൾക്ക് വിശേഷമുണ്ടോ? ഏയ്, അതൊന്നും ആവില്ല. എന്നാൽ ശരി വല്യമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പോകാനൊരുങ്ങുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താണ് പ്രശ്നമൊന്നും എനിക്കറിയില്ല, ആദർശേട്ടൻ എന്തായാലും അവളുടെ പിറകെ തന്നെയുണ്ട്. ഇനി വല്യമ്മയ്ക്ക് ആദർശേട്ടനെ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ആദർശേട്ടൻ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഇല്ലാതാകും എന്നൊക്കെ അനാമിക പറയുമ്പോൾ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് ദേവയാനി. ദേവയാനിയുടെ ടെൻഷൻ കണ്ട് അനാമികയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. ദേവയാനിയെ ഒന്നും കൂടി തിരിഞ്ഞു നോക്കിയിട്ടാണ് അനാമിക അവിടെ നിന്ന് പോകുന്നത്. ഡോക്ടർ നയനയെ ഹോസ്പിറ്റലിൽ പരിശോധിക്കുന്നുണ്ട്. മാഡത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, മാഡത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ കുട്ടിയാണ് കരൾ നൽകിയതെന്ന് ദേവയാനി മേഡം അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഡോക്ടർ ആദർശിനോട് ചോദിക്കുന്നുണ്ട്. എന്തൊരു വിചിത്രമായ ജീവിതമാണ് നിങ്ങളുടേത്, മരുമകൾ അമ്മായിയമ്മയ്ക്ക് കരൾ നൽകിയിട്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നു, എന്നാൽ ഇതൊന്നും അറിയാതെ അമ്മായിയമ്മ മരുമകളെ വെറുക്കുന്നു. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നയനയാണ് കരൾ കൊടുത്തതെന്ന് മൂർത്തി സാർ അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് ഒരുപാട് സംസാരിച്ചു. നയനയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് മൂർത്തി സാറിന് നല്ല സങ്കടമുണ്ട്. അതുകൊണ്ട് ആ കാര്യം വല്ലാതെ അങ്ങ് താമസിപ്പിക്കേണ്ട എന്ന് ഡോക്ടർ ആദർശിനോട് നയനയോട് പറയുന്നുണ്ട്. സമയത്ത് ആദർശ് നാളത്തോടെ അങ്ങനെ നയനയെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഇടയ്ക്കിടെ ഇതുപോലെ ചെക്കപ്പിന് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആദർശിനെയും നയനയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തിറങ്ങിയ സമയത്ത് ദേവയാനി ആദർശിനെ ഫോണിൽ വിളിക്കുകയാണ്. അങ്ങനെ നയനെ ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ആദർശ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നീ എവിടെയാണ് എന്നൊക്കെ ദേവയാനി ചോദിക്കുന്ന സമയത്ത്, അമ്മേ, ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്ക് ചെറിയൊരു തലവേദന, അതുകൊണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് വലിയ ടെൻഷൻ. എന്ത് തലവേദനയോ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണ് അമ്മ അങ്ങനെ ചോദിച്ചത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ദേവയാനി പറയുന്നുണ്ട്, ഇനി വല്ല ഗർഭമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ എന്ന് പറയും. അങ്ങനെയുള്ള പെൺകുട്ടികൾക്കാണ് തലവേദനയും തലക്കറക്കവും ഒക്കെ ഉണ്ടാകുന്നത്. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സംശയം പറഞ്ഞു എന്നേ ഉള്ളൂ, നീ എപ്പോഴും അവളുടെ പിറകെ എന്തിനാണ് ഞാൻ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. എൻ്റെ ഭാര്യയാണ് ഞാന, അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഞാനല്ലാതെ പിന്നെ ആരാണ് നടക്കേണ്ടത് എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. മോനെ, നീ മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണ്, ഈ സമയത്ത് അവളുടെ പിറകെ ഞാൻ നടക്കരുത്. മാത്രമല്ല നീ അവളുടെ വീട്ടിൽ പോയി നിൽക്കുകയും വേണ്ട. അമ്മേ, ഞാൻ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമെന്ന് അമ്മയോട് പറഞ്ഞോ?
എനിക്കൊരു ഔഷധം വന്നപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതാണ്. ഇനി ഉടനെ തന്നെ ഞാൻ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആദർശ് ഞാനീ പതുക്കെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നുണ്ട്. ഇവിടെയുള്ള കാര്യം അമ്മയോട് ആരോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അമ്മയുടെ മനസ്സ് ആരോ ചൂട് പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അമ്മ എന്നോട് ഇപ്പോൾ ചോദിച്ചത്. ഈ ഗർഭിണിയാണോ എന്ന കാര്യമാണ് അമ്മ എന്നോട് ചോദിച്ചത്. എനിക്ക് അത് ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ ആദർശ് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. ദേവയാനിയുടെ മനസ്സിൽ അപ്പോഴും അത് തന്നെയാണ് ചിന്ത. ആ സമയത്താണ് ജയ റൂമിലേക്ക് വരുന്നത്. അതെ, ആ ആദർശ് നയനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അവൾക്ക് എന്തോ തലവേദനയുണ്ടെന്ന്. അവൻ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും നല്ല സ്നേഹമുള്ള പെൺകുട്ടി ഇവിടെയുണ്ട്. അതിൻ്റെ മനസ്സ് കാണാൻ ആർക്കും കഴിയുന്നില്ല. അവളുടെ ഭർത്താവായ അനി പോലും അവളെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അനാമികയെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്. എൻ്റെ മനസ്സ് വേദനിപ്പിക്കേണ്ട എന്ന് കരുതി പറയാതിരുന്നതാണ്. അനാമിക എന്ന പെൺകുട്ടിക്ക് അത്യാവശ്യം കള്ളത്തരവും അഹങ്കാരവും ഒക്കെ കയ്യിലുണ്ട്. അവളുടെ വീട്ടുകാരും അത്ര മോശമൊന്നുമല്ല എന്നൊക്കെ പറയുകയാണ് ജയൻ. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, അനാമിക നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ്. അതുപോലെ ഒരു കുട്ടി മതിയായിരുന്നു എനിക്ക് മരുമകളായിട്ട്. അത് കേട്ട് ജയൻ പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല. ഞാനീട്ട് അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും അനാമികയ്ക്കില്ല. അത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അനാമികമ്പോൾ കുടുംബത്തോട് നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ഇതിന് 7 അകലത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഞാനേക്കില്ല. മരുമകളുടെ മനസ്സ് നീ ആദ്യം ഒന്ന് തിരിച്ചറിയണം. നമ്മളെ തിരിച്ചറിയാൻ നീ ഒരുപാട് വൈകി പോയാൽ അതെല്ലാം തിരിച്ചറിയുന്ന സമയത്ത് നിനക്ക് ഒരുപാട് അങ്ങ് കുറ്റബോധം തോന്നും എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് എന്നൊക്കെ ജയൻ പറയുമ്പോൾ ഏതായാലും ഈ ജന്മം ഞാൻ അവളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. എന്നിട്ട് ദേവിയാനി ചോദിക്കുന്നുണ്ട്, ഈ ആദർശം എന്താ അവളുടെ പുറകെ ഇങ്ങനെ ചുറ്റിയടിച്ച് നടക്കുന്നത്? അവന് മലയ്ക്ക് പോകാനുള്ള കാര്യം ഓർമ്മയില്ലേ എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യയുടെ കൂടെയാണ് കറങ്ങി നടക്കുന്നത്, അല്ലാതെ വേറൊരു പെൺകുട്ടിയുടെ കൂടെയല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. നമ്മുടെ ദാമ്പത്യം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയി. ആ സന്തോഷം നമ്മുടെ മകനെ ആകരുത് എന്ന് കരുതുന്നത് വളരെ കഷ്ടമാണ് ദേവയാനി എന്നൊക്കെ ജയൻ പറയുന്നുണ്ട്. ദേഷ്യത്തോടെ ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും ദേവയാനി ആകെ ടെൻഷൻ അടിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അബിയെ കാണുന്നുണ്ട്. അബി, എന്നോട് സംസാരിക്കാൻ മടിയായത് കൊണ്ടാണോ നീ പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് എന്ന് അബി പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഒരിക്കലും എടുക്കണ്ടേ? ഒരിക്കലും എടുക്കണം. നീ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറന്നുപോയി എന്ന് അബി പറയുന്നുണ്ട്. ആദർശേട്ടനെ അനി എടുക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഒരിക്കലും എടുക്കണം എന്നൊക്കെ അബി പറയുന്നുണ്ട്. അബി നവ്യയോട് പറയുന്നുണ്ട്, നിനക്ക് ഒരിക്കലും എടുക്കാനൊന്നും കഴിയില്ല, നീ അത് തെറ്റിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് ശരിയാണ് നീ പറഞ്ഞത്, ഞാൻ എന്തായാലും തെറ്റിക്കും. കാരണം എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, അതിനെ പട്ടിണിക്കിടാൻ കഴിയില്ല. നിന്റെ വയറ്റിൽ കുഞ്ഞില്ലായിരുന്നെങ്കിൽ നീ അങ്ങ് ഒരിക്കലും എടുത്തേനെ എന്ന് അബി കളിയാക്കിക്കൊണ്ട് നവ്യയോട് പറയുന്നുണ്ട്. നീ നല്ല രീതിയിൽ ഒരിക്കലും എടുക്കാറുണ്ടോ അബി? നീ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതെ അങ്ങ് പോകും, എന്നിട്ട് പുറത്ത് പോയിട്ട് വയറ് നിറച്ചും കഴിക്കും, അതല്ല നിന്റെ ഒരിക്കൽ എന്നൊക്കെ നവ്യ കളിയാക്കിക്കൊണ്ട് അബിയോട് പറയുന്നുണ്ട്. പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നോൺ വെജ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ നീ പറയുന്നുണ്ട്, ആദ്യം നീ അതൊന്ന് തെളിയിക്കുക എന്നൊക്കെ പറയുകയാണ് അബി. നീ അത് തെളിയിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു പൊന്മോതിരം വാങ്ങിത്തരും എന്നൊക്കെ അബി പറയുന്നുണ്ട്. എന്തായാലും ഇത് തെളിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നവ്യ ഒന്നുമില്ല എന്ന് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അബി നേരെ പോകുന്നത് അവർ ഹോട്ടലിലേക്കാണ്. അങ്ങനെ അവിടെ തൻ്റെ കൂട്ടുകാരോട് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അവിടെ കാത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ഹബി ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. വിശന്നിട്ട് വയ്യ, വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അങ്ങനെ ഫുഡ് വരികയും അബി നല്ല ആർത്തിയോട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അബി, നിനക്ക് വല്ല നോൺ വെജ് വേണോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. നോൺ വെജ് ഒന്നും വേണ്ട, ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുകയല്ലേ, എന്തായാലും നല്ല വയറ് നിറച്ച് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബിയും കൂട്ടുകാരനും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നവ്യയാണെങ്കിൽ അബിക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് അബിയെ ഫോളോ ചെയ്തുകൊണ്ട് ആ ഹോട്ടലിൻ്റെ മുന്നിൽ വന്നിറങ്ങുന്നുണ്ട്. അബിയെ കൂട്ടുകാരൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കുന്നത് മറഞ്ഞു നിന്നുകൊണ്ട് നവ്യ കാണുന്നുണ്ട്. അങ്ങനെ അബി അറിയാതെ അബി ഭക്ഷണം കഴിക്കുന്നതല്ല ഫോണിൽ വീഡിയോ എടുക്കുകയാണ് നവ്യ. ഇതുവരെ ഭക്ഷണം കഴിക്കാത്തതുപോലെയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ എന്നൊക്കെ നവ്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് വെയിറ്റർ വീണ്ടും വരുന്നുണ്ട്. അങ്ങനെ അബി വീണ്ടും വീണ്ടും ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. അതെല്ലാം തന്നെ നവ്യ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ വീഡിയോ വെച്ചിട്ട് അബിയെ ഒന്ന് ഭീഷണിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.